നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2025 തുടക്കം അത് CPM-ൽ കൂട്ട അടിയോടുകൂടി തുടങ്ങിയിരിക്കുകയാണ്. അതായത് നല്ല ഒന്നാം തരം വെടിക്കെട്ട് ന്യൂ ഇയർ പ്രമാണിച്ച് പാർട്ടിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഗോവിന്ദന്റെ ചങ്കിടിപ്പ് കൂട്ടിക്കൊണ്ട് ഇപ്പോൾ പാലക്കാട് CPM-ൽ കൂട്ട അടി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ തെളിവാണ് PK ശശി ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചതും അതിൽ പലരെയും ചൂണ്ടി ചില കുത്തുകൊടുത്തിരിക്കുന്നതും. അതായത് പാലക്കാട് CPM-ൽ വിഭാഗീയത പുകയുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് PK ശശി പങ്കുവച്ച കുറിപ്പ്. ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി നടപടി നേരിട്ട ശശി നേതൃത്വത്തിനെതിരെ വിമർശനവുമായാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് പാർട്ടിക്കെതിരെ തന്നെ PK ശശി സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. നല്ല തുടക്കമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം 2025. 2024 അവസാന ഘട്ടത്തിൽ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ CPM-ൽ കൂട്ടയടിയായിരുന്നു. 2025 അങ്ങോട്ട് തുടങ്ങിയതും പാലക്കാട് വെടിക്കെട്ട് പൊട്ടിയിട്ടുണ്ട്. ഗോവിന്ദന് ഇനി കാര്യങ്ങൾ ഇച്ചിരി പ്രശ്നമാണ്. PK ശശി പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ്: 2025 എല്ലാവർക്കും സമാധാനത്തിന്റെ, ഐശ്വര്യത്തിന്റെ, പുത്തൻ അനുഭൂതികളുടെ വർഷമായി തീരട്ടെ. പുതുവർഷം 2024 പ്രതിസന്ധിയുടെ ഒരു കാലം. അപ്പോ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാനും കാര്യം കാണാൻ ഏതവന്റെയും പെട്ടി ചുമക്കാനും മടിയില്ലാത്തവർക്ക് സുന്ദരകാലമായിരുന്നു. അവരെ കാത്തിരിക്കുന്നത് മഹാദുരന്തമായിരിക്കും. മദ്യവും അതിനു മുകളിൽ കഞ്ചാവും അടിച്ച് ഘോരഘോരം മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പ്രസംഗിക്കുന്നവരുടെ നല്ല കാലം കഴിയുന്നു. ആയിരങ്ങളുടെ വിയർപ്പ് കൊണ്ട് കെട്ടിപ്പടുത്ത മഹാപ്രസ്ഥാനം പിടിച്ചുപറിയും കൊള്ളയും നടത്തി വെള്ള പുതപ്പിച്ച് ആ പണം കൊണ്ട് ഉന്മാദിച്ചവർക്കും ആഹ്ലാദത്തിന് വക നൽകില്ല പുതുവർഷം. ശത്രുവിന്റെ ആയുധം വേണ്ട, അവരുടെ അലർച്ചയ്ക്ക് മുൻപിൽ പോലും ഓടി ഒളിക്കുന്ന പരാക്രമികളുടെ കാലം അവസാനിക്കും. സന്മനസ്സുള്ളവർക്ക് സമാധാനം കിട്ടുന്ന പുതിയ വർഷത്തെ ആവേശത്തോടെ നമുക്ക് വരവേൽക്കാം. കൂടെ നിന്ന് കുതികാൽ വെട്ടിയും ചതിച്ചും ഖിയാമം നാൾ വരെ സുഖിക്കാമെന്ന് കരുതുന്നവർക്ക് നഷ്ടത്തിന്റെയും മോഹഭംഗത്തിന്റെയും കാലമായിരിക്കും വരാനിരിക്കുന്നത്. ഒന്നിന്റെ മുൻപിലും ആത്മാഭിമാനം പണയപ്പെടുത്താതിരിക്കുക, ആരുടെ മുന്നിലും ചെറുതാകാതിരിക്കുക, എവിടെയും സ്വന്തം അഭിപ്രായം പറയാൻ മടിക്കാതിരിക്കുക, ഉയിരു പോകും വരെ ഉശിരി കൈവിടാതിരിക്കുക. ഇവിടെ നാം വിപ്ലവകാരികളെ ഓർക്കുക. വിശ്വകവി ടാഗോറിന്റെ വരികൾ കടമെടുക്കട്ടെ: എവിടെ നിർഭയമാകുന്നു മാനസം, അവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം. ഇതായിരുന്നു PK ശശി പങ്കുവച്ച കുറിപ്പ്. ഇതിൽ പലരെയും കുത്തിക്കൊണ്ടാണ്, ചില നേതാക്കളെയും അതുപോലെ തന്നെ പാർട്ടിയെയും നല്ല ഒന്നാം തരം അടി കൊടുത്തുകൊണ്ടാണ് PK ശശി കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. അതായത് കള്ളും കഞ്ചാവും ഒക്കെ ഈ പാർട്ടിയിൽ പിടിമുറുകിയിരിക്കുന്നു എന്ന് PK ശശിയും പറയുകയാണ്. പിന്നെ ഈ പറയുന്നത് ആരാണ്? അതാണ് അതിലും വലിയ കേമം. തീർന്നില്ല, മറ്റൊരു കാര്യവും കൂടി PK ശശി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ലോകത്തിൽ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നവർക്ക് ശക്തി നൽകുന്നതാകട്ടെ പുതിയ വർഷം. ഒരു കൈയിൽ സമാധാനത്തിന്റെ ഒലീവില കൊമ്പും മറുകൈയിൽ പോരാട്ടത്തിന്റെ മെഷീൻ ഗണ്ണുമായി നിൽക്കുന്ന പലസ്തീൻ പോരാളികളാണ് നമുക്ക് ആവേശം നൽകേണ്ടത്. അക്രമകാരികളും ചതിയന്മാരും ഒരു കാര്യം ഓർക്കുക: വരും കാലം നിങ്ങളുടേതല്ല. ഏവർക്കും ഹൃദ്യമായ പുതുവത്സരാശംസകൾ. എല്ലാവരെയും പെറുക്കി കൂട്ടിയെടുത്തിട്ട് അടിക്കുന്ന ഒരു കുറിപ്പാണ് PK ശശി പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും MV ഗോവിന്ദൻ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. 2024 പരമകഷ്ടമാണ് 2025 എന്ന് MV ഗോവിന്ദന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇരിക്കുന്ന പാർട്ടി സെക്രട്ടറി കസേരയിൽ നല്ല ചൂടാണ്. എപ്പോഴാണെന്ന് അറിയത്തില്ല ചുട്ടുപഴുത്ത് പൊള്ളി കത്തുന്നത്. നേരത്തെ പാർട്ടി നടപടി നേരിട്ട PK ശശിയെ CITU ജില്ലാ പ്രസിഡന്റ്, ചുമട്ടുതൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് പദവികളിൽ നിന്നൊക്കെ നീക്കിയിരുന്നു. KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കുന്ന കാര്യം തീരുമാനിക്കേണ്ടത് സർക്കാരാണ് എന്ന് പാലക്കാട് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അറിയിച്ചിട്ടുണ്ട്. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം PN മോഹനനായിരിക്കും പുതിയ CITU ജില്ലാ പ്രസിഡന്റ് എന്നാണ് വിവരങ്ങൾ. അഴിമതി നടത്തിയെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയതിനെ തുടർന്നാണ് പാർട്ടി പദവികളിൽ നിന്ന് PK ശശിയെ ഒഴിവാക്കിയത്. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയെ കേസിൽ കുടുക്കാനായി ശശി നടത്തിയ ഗൂഢാലോചനയും പുറത്തു വന്നിരുന്നു. ഇതും നടപടിക്ക് കാരണമായി. ശശിയെ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് പാർട്ടി ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടുവെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് തയ്യാറായിട്ടില്ല. വൈകാതെ PK ശശിയെ നീക്കുമെന്നാണ് സൂചനകൾ. ശശിയെ അടിമുടി നിസ്സഹായനാക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് KTDC ചെയർമാൻ പദവിയും ഒഴിയണമെന്ന ആവശ്യം പാലക്കാട് നേതൃത്വം ശക്തമാക്കിയത്.
അച്ചടക്ക നടപടിയെടുക്കുമ്പോൾ പാർട്ടി അനുവദിച്ച മുഴുവൻ പദവികളും ഒഴിയുന്നതാണ് മര്യാദയെന്നും സ്ഥാനത്ത് തുടർന്നാൽ അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നും ജില്ലാ നേതൃത്വം ആവർത്തിക്കുന്നു. മുഖ്യമന്ത്രി, ടൂറിസം മന്ത്രി എന്നിവരോട് ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന PK ശശി കസേരയിൽ തുടരേണ്ടതുണ്ടോ എന്നതിൽ ഇവർ തന്നെയാകും അന്തിമ തീരുമാനമെടുക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.